എന്റെ ജീവിതം ഒരു തണുത്ത നദി പോലെയായിരുന്നു. ഒരു പ്രത്യേക ലക്ഷ്യവുമില്ലാതെ ഒഴുക്കില്ലാതെ മരവിച്ച് ഒഴുകി നീങ്ങുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒരേ താളത്തിൽ മുന്നോട്ടുപോയി, ഒരു മാറ്റവുമില്ലാതെ. എന്റെ ഓഫീസിന്റെ ഗേറ്റിലേക്ക് ഞാൻ എന്നും ചവിട്ടിക്കയറുന്ന പടികൾ പോലെ നിസ്സംഗമായിരുന്നു എന്റെ ദിനങ്ങൾ. എന്നാൽ ആ ഗേറ്റിനടുത്ത് ഒരു കസേരയിലിരുന്ന് നിശബ്ദമായി എല്ലാം നോക്കിക്കാണുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്റെ മനസ്സിനെ പതിവായി അലട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശങ്കരൻ ചേട്ടൻ. ഇരുണ്ട നിറമുള്ള എല്ലും തോലുമായ ഒരു മനുഷ്യൻ. ഒട്ടിയ കവിളുകളും കുഴിഞ്ഞ കണ്ണുകളും തൂവെള്ള മുടിയും. ഞാൻ ഒരിക്കൽ പോലും ആ മുഖത്ത് ഒരു പുഞ്ചിരി കണ്ടിട്ടില്ല. ആ കണ്ണുകളിൽ ഞാൻ ഒരു കടലിന്റെ ആഴം കണ്ടു. വർഷങ്ങളായി ഉറഞ്ഞുപോയ ദുരന്തങ്ങളുടെയും നഷ്ടബോധത്തിന്റെയും കടൽ. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ശൂന്യത എന്നെ അസ്വസ്ഥനാക്കി. ഓഫീസിലേക്ക് വരുന്നവരും പോകുന്നവരും അദ്ദേഹത്തെ ഒരു നിഴലായി മാത്രം കണ്ടു. ആരും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരും ഓർത്തുപോലും നോക്കിയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ഒരുതരം ആകാംക്ഷയും സഹാനുഭൂതിയും തോന്നി. ഈ മനുഷ്യൻ ഇത്രയധികം ദുഃഖം ഉള്ളിലൊതുക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു ദിവസം അദ്ദേഹം ആരും കാണാതെ തന്റെ കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. ആ കാഴ്ച എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എന്റെ മനസ്സ് ആ രഹസ്യം കണ്ടെത്താൻ എന്നോട് മന്ത്രിച്ചു. ഞാൻ പലതവണ അദ്ദേഹത്തോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ചേട്ടാ, വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്നും ചേട്ടന് എന്തുപറ്റി എന്നുമൊക്കെ ഞാൻ ചോദിച്ചു. ഓരോ തവണയും ഒരു തണുത്ത ചിരി പോലുമില്ലാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറി. എനിക്കൊന്നും പറ്റിയില്ല മോനെ എന്ന ഒറ്റവാക്കിൽ എന്റെ എല്ലാ ശ്രമങ്ങളും അവസാനിച്ചു. ആ ഒഴിഞ്ഞുമാറൽ എന്റെ ആകാംക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തി. ശങ്കരൻ ചേട്ടനോട് നേരിട്ട് സംസാരിച്ച് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വാതിലും തുറക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അങ്ങനെയൊരു ഞായറാഴ്ച ഞാൻ അദ്ദേഹത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. ഞായറാഴ്ചകളിൽ അദ്ദേഹം എവിടെ പോകുന്നു എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. എന്റെ കാറിലാരും കാണാതെ ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. നഗരത്തിന്റെ തിരക്കേറിയ ശബ്ദങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു ചെറിയ മൺവഴിയിലേക്ക് പ്രവേശിച്ചു. വഴിയുടെ രണ്ടുവശത്തും ഇടതൂർന്ന തെങ്ങിൻതോപ്പുകളും നെൽപ്പാടങ്ങളുമായിരുന്നു. കാറ്റിന്റെ തണുപ്പ് എന്റെ മുഖത്ത് തഴുകിക്കടന്നുപോയി. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി ഈ വിജനമായ വഴിയിലൂടെയുള്ള യാത്ര എന്നെ മറ്റൊരു ലോകത്തേക്കെത്തിച്ചു. ഒടുവിലൊരു ചെറിയ പുഴയുടെ അരികിൽ ഒരു ഓലപ്പുരയുടെ മുന്നിൽ അദ്ദേഹം നിന്നു. ആ പുരയുടെ മേൽക്കൂര ഭാഗികമായി തകർന്നിരുന്നു. ജനലുകൾ തുരുമ്പെടുത്തു കിടന്നിരുന്നു. ദുഃഖവും നഷ്ടബോധവും ആ വീട്ടിൽ നിറഞ്ഞു നിന്നു. ആ വീട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കാർ നിർത്തി പതിയെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പരിഭ്രമം കൊണ്ട് നിറഞ്ഞു. വിവേകല്ലേ ഇവിടെ എന്ന് അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. ചേട്ടൻ എന്റെ കൂടെ വരണം, ഇന്നെന്റെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം മടിച്ചു, പക്ഷേ എന്റെ നിർബന്ധത്തിനു വഴങ്ങി എന്റെ കാറിൽ കയറി. എന്റെ വീട്ടിലെ ഊഷ്മളമായ അന്തരീക്ഷവും എന്റെ ഭാര്യ അഞ്ജലിയുടെ സ്നേഹവും അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇരുവരും ബാൽക്കണിയിലിരുന്നു. ഞാൻ വീണ്ടും എന്റെ ചോദ്യം ആവർത്തിച്ചു. ചേട്ടന്റെ ദുഃഖമെന്താണ്? എന്നോട് തുറന്നു പറയാൻ വിഷമമില്ലെങ്കിൽ. ആ ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചുവെന്ന് തോന്നുന്നു. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ വേദന ഒരു പുഴ പോലെ ഒഴുകിവന്നു. ശബ്ദമിടറി അദ്ദേഹം പറഞ്ഞു തുടങ്ങി. എന്റെ പേര് ശങ്കരൻ എന്നല്ല, മാധവൻ എന്നാണ്. ഞാനിവിടെ അടുത്ത് ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. എന്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു. എല്ലാ ദിവസവും ഓട്ടോ ഓടിക്കുന്നു, വൈകുന്നേരം വീട്ടിൽ പോകുന്നു. പക്ഷേ എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു ദിവസമാണ്. ഒരു വേശ്യാലയത്തിൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ആരുമില്ലാത്ത, സ്നേഹിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു പെൺകുട്ടി. എനിക്ക് അവളെ രക്ഷിക്കാൻ തോന്നി. എന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ അവളെ അവിടെ നിന്ന് രക്ഷിച്ചു. എന്റെ ജീവിതത്തിന്റെ വെളിച്ചമായി അവൾ എന്റെ കൂടെ കൂടി. ഞാൻ അവളെ വിവാഹം കഴിച്ചു. അവൾക്ക് ഞാൻ മാലതി എന്ന് പേരിട്ടു. എന്റെ മാലതി, അവളായിരുന്നു എന്റെ സന്തോഷം. കുറച്ചു നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു മകൻ പിറന്നു. ഞങ്ങൾ അവനെ വിക്രം എന്ന് വിളിച്ചു. എന്റെ മകൻ എന്റെ വിക്രം. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ ആ വേശ്യാലയത്തിലെ ഗുണ്ടകൾ ഞങ്ങളെ വെറുതെ വിട്ടില്ല. അവർ ഞങ്ങളെ തേടിയെത്തി. ഒരു രാത്രി അവർ എന്റെ വീട്ടിൽ തീയിട്ടു. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ തീ ആളിപ്പടർന്നിരുന്നു. മാലതിയെയും മകനെയും രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. മാലതിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൾ ആ തീയിൽ വെന്തുമരിച്ചു. എന്റെ മകൻ വിക്രമിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നതിനിടയിൽ, ആൾക്കൂട്ടത്തിനിടയിൽ എനിക്ക് അവനെ നഷ്ടപ്പെട്ടു. അന്നുമുതൽ ഇന്നുവരെ ഞാൻ അവനെ തേടിയുള്ള യാത്രയിലാണ്. എന്റെ ജീവിതത്തിലെ സന്തോഷവും വെളിച്ചവും അണഞ്ഞുപോയി. അതുകൊണ്ടാണ്
എന്റെ മുഖത്ത് ഒരു ചിരിയില്ലാത്തത്. കഥ കേട്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയം വേദന കൊണ്ട് പൊട്ടിപ്പിളരുന്നതുപോലെ തോന്നി. വിങ്ങുന്ന മനസ്സോടെ ഞാൻ ചോദിച്ചു, ചേട്ടാ, വർഷങ്ങൾക്ക് മുൻപൊരു കിണറ്റിൽ വീണ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചേട്ടനായിരുന്നോ? ശങ്കരൻ വിതുമ്പലോടെ തലയാട്ടി. അതേ മോനെ, ഞാനായിരുന്നോ? പെട്ടെന്ന് ഞാൻ അഞ്ജലിയെ അങ്ങോട്ട് വിളിച്ചു. അഞ്ജലി, ശങ്കരൻ ചേട്ടനാണ് അന്ന് നിന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചത്, ഞാൻ പറഞ്ഞു. അഞ്ജലി ഞെട്ടലോടെ ശങ്കരനെ നോക്കി. എന്റെ അച്ഛാ എന്നു പറഞ്ഞ് അവൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അന്ന് അഞ്ജലിയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചത് ശങ്കരനാണ്. അപ്പോൾ ശങ്കരൻ രക്ഷിച്ചത് സ്വന്തം മകനെയല്ല, ഒരു അപരിചിതയായ പെൺകുട്ടിയെയാണ്. ഈ സത്യം എന്റെ മനസ്സിനെ കൂടുതൽ വേദനിപ്പിച്ചു. ഞാൻ അഞ്ജലിയെ പിടിച്ചുയർത്തിയിട്ട് ശങ്കരന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്റെ ശബ്ദം വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചേട്ടാ, എന്നെ അറിയാമോ? എന്റെ പേര് വിവേക് എന്നല്ല, വിക്രം എന്നാണ്. ഞാൻ താങ്കളുടെ മകനാണ്. ശങ്കരൻ സ്തബ്ധനായി എന്നെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആശ്ചര്യവും വേദനയും സന്തോഷവും കൊണ്ട് നിറഞ്ഞു. അവർ കണ്ടുമുട്ടിയതും അവർ ഒരേ ഓഫീസിൽ ജോലി ചെയ്തതുമെല്ലാം വിധി പോലെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സന്തോഷം കൊണ്ട് ശങ്കരനും വിക്രമും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വിധി അവരെ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ അനുവദിച്ചില്ല. വിക്രമിനൊരു മകനുണ്ടെന്നും അവന് മുത്തശ്ശനെ കാണാൻ ഭാഗ്യമുണ്ടായെന്നും അവൻ ശങ്കരനോട് പറഞ്ഞു. ശങ്കരന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടും തിരികെ വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വെളിച്ചം നിറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓർമ്മകൾ ഇന്നും ഒരു വേദനയായി ആ മനസ്സിൽ തുടർന്നു.